വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് പ്രഷർ കുക്കറിൽ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറക്റ്റ് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണിത്. ഇനി നമുക്കിതൊന്ന് ഉപ്പും കായം തേച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഒന്നും പൊങ്കാൻ തേച്ചിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിക്കും. ഞാനിതൊന്ന് 2 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീസറിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉപ്പും കായും ചിക്കനിലേക്ക് പിടിക്കും. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 സവാള ചെറുതാക്കിയിട്ടൊന്ന് നുറുക്കിയിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത തക്കാളി. അതും ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി. ഇതിലേക്കൊരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 തണ്ട് മല്ലിയില, 1 തണ്ട് പുതിന ഇല. ഇതൊന്നും ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് ഇതേപോലെ ഒന്നിച്ചിട്ട് അടിച്ചെടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സവാളയും തക്കാളിയൊക്കെ വേറെ വേറെ അരിഞ്ഞ് വഴറ്റിയെടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. എങ്ങനെ ചെയ്താലും നമുക്ക് ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്ന് മൊരിച്ചെടുത്തത്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതേ ഓയിലിലേക്ക് തന്നെ ഒരു പീസ് പട്ട, പിന്നെ ഒരു 5-6 കുരുമുളക്, 2 ഏലക്ക, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു തക്കോലം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന സവാളയുടെയും തക്കാളിയുടെയൊക്കെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ പൊരിക്കുന്ന സമയത്ത് ഇതിൽ ഓയിൽ കൂടുതലുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഓയിൽ മാറ്റാം കേട്ടോ. ചിക്കൻ പൊരിച്ച അതേ ഓയിലേക്ക് തന്നെയാണ് ഈ ഒരു സവാളയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേറെ ഓയിൽ ഒഴിച്ചിട്ട് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ കുക്കറിലിട്ട് വഴറ്റിയെടുക്കണമെങ്കിൽ കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അതിന് ശേഷം മസാലയൊക്കെ റെഡിയായതിന് ശേഷം അരി ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വിസിലടിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ സവാളയും തക്കാളിയും നന്നായിട്ട് വാടി ഇതേപോലെ നെയ്യ് തെളിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇടുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ പൊരിക്കാൻ നേരത്തെ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക്
ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കനൊന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കുന്ന വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 5.5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്. 4 കപ്പും 1 കിലോ ചിക്കനും വെച്ചിട്ട് ഒരു നല്ലൊരു ബിരിയാണി നമുക്ക് ഈ ഒരു കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 3 കപ്പ് അരിയാണ്. 3 കപ്പ് അരിയും 1 കിലോ ചിക്കനും. 3 കപ്പ് അരിക്ക് കറക്റ്റ് 4.5 കപ്പ് വെള്ളമാണ് കുക്കറിൽ വെക്കുമ്പോൾ എടുക്കേണ്ടത്. സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ 1 കപ്പിന് കറക്റ്റ് 2 കപ്പ് വെള്ളമാണ് അളവെടുക്കുക. അതേ സ്ഥാനത്ത് നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ കറക്റ്റ് 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം കൂടി പോയിട്ടുണ്ടെങ്കിൽ ചോറ് നന്നായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് 3 കപ്പ് അരിക്ക് ഞാൻ 4.5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാലകളൊക്കെ ഈ ഒരു കുക്കറിലിട്ടിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. പക്ഷേ ഇതേപോലെ ചെയ്യുന്നതായിരിക്കുള്ളൂ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അരിയിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ. നന്നായിട്ട് വാറ്റി വെച്ചതിന് ശേഷം വേണം അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ഫുള്ളായിട്ട് ഇടുന്നില്ല കേട്ടോ, കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ അരിയും മസാലയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുക. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ ഇട്ട് കൊടുത്താലും മതി. 1 തണ്ട് വേപ്പില ഇതെവിടെ തന്നെ ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ആ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മസാല ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാം കൂടി വന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ മസാല ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്ക് കുക്കറിനെ മൂടി വെച്ചിട്ട് ഇനി നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു വിസിൽ വന്ന് 2ാമത്തെ വിസിൽ വരാനാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. 2ാമത്തെ വിസിൽ വരുത്തരുത്. അപ്പോൾ നമ്മുടെ ബിരിയാണി എന്തായാലും നോക്കാം. നമുക്ക് മൊത്തത്തിൽ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഏറ്റവും സാധനം ഇട്ട ആ മസാലയോട് കൂടിയിട്ടുള്ള ചിക്കൻ അതേപോലെ തന്നെ മസാലയോടുകൂടി തന്നെ കിടപ്പുണ്ട്. സാധാരണ നമ്മൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ മസാല കിട്ടൂല. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് മസാല ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ചിക്കൻ മാറ്റിയിട്ട് വേണം നമുക്ക് ചോറ് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കാണില്ലേ, കണ്ടില്ലേ, നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ അളവ് കറക്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല ചോറ്. ഇത് കുക്കറിൽ വെച്ച ചോറാണെന്ന് തോന്നുന്നില്ല. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണെങ്കിൽ ഇതേപോലെ ഒട്ടും തന്നെ കുഴയാതെ നമുക്ക് കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ ഇനി വെക്കണമെന്നില്ല കേട്ടോ. നമ്മൾ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഈ കുക്കറിൽ തന്നെ ഇരുന്ന് കഴിയുമ്പോൾ അടിയിലേക്ക് കുറച്ചും കൂടിയിട്ട് ഒന്നും കൂടി വേവും. അപ്പോൾ ഒന്നും കൂടി ബിരിയാണി ഒന്ന് കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മസാല ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബിരിയാണി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്.
ഇനി നമ്മുടെ ആ മാറ്റി വെച്ചിരുന്ന മസാല ഇട്ട് കൊടുക്കുക. ഇനി ഒരല്പം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. നിർബന്ധമില്ല, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുക്കറിൽ മസാലയോട് കൂടിയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം ഇതേപോലെ ചിക്കൻ കുറച്ച് മാറ്റിയിട്ട് നമ്മൾ മുകളിൽ ഇളക്കാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മസാല കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കുഴഞ്ഞു പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബിരിയാണി നന്നായി കിട്ടില്ല. മല്ലിച്ചപ്പും പുതിനയും അതുപോലെ തക്കാളിയൊക്കെ ഞാൻ അടിച്ചാണ് ചേർത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അടിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കുക, എന്നിട്ട് വാറ്റിയെടുത്താലും മതി. ഇപ്പോൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ എന്തായാലും ഇതിൽ ആ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഒരു ചോറിനണ സമയത്ത് അത് മാറ്റാൻ വേണ്ടി നിൽക്കും അവർ. അപ്പോൾ ഇത് നമുക്ക് തിന്നുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിൽ വേറെ ആ മല്ലിച്ചപ്പും പുതിനയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ കണ്ട ഒട്ടും തന്നെ ഉടഞ്ഞു പോവാത്ത നല്ല മസാലയോട് കൂടിയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.